കേരളത്തിൽ മലബാറും തെക്കൻ കേരളവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ. കാരണം ബ്രിട്ടീഷുകാരെ നേരിടുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് മലബാറുകാരാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയോടുള്ള വെറുപ്പ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചരിത്രപരമായ കാരണമായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിൽ പ്രധാന കണ്ണിയായെങ്കിലും ആ ഒരു കാരണം കൊണ്ട് വിദ്യാഭ്യാസത്തിൽ മലബാർ മേഖല പുറകോട്ട് പോയി. ഒരു വിദ്യാഭ്യാസ അസന്തുലിതാവസ്ഥ കേരളത്തിൽ നിലനിന്നിരുന്നു. തെക്കൻ കേരളത്തിൽ നിന്നും മലബാറുകാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് വിദ്യാസമ്പന്നരായ അധ്യാപകർ മലബാറിലോട്ട് കുടിയേറി. പക്ഷെ ഇന്ന് ഈ സാഹചര്യങ്ങൾക്കെല്ലാം വലിയ വ്യത്യാസം വന്നു. മലബാറുകാർ അവരുടെ പ്രതാപം തിരികെ പിടിച്ചു. വിദ്യാഭ്യാസത്തിൽ മലബാറുകാർ തെക്കൻ ജില്ലക്കാർ എന്ന തരത്തിൽ ഒരു തരത്തിലും അസന്തുലിതാവസ്ഥ ഇന്ന് നിലനിൽക്കുന്നേയില്ല. പക്ഷെ എന്നാലും സർക്കാർ തലത്തിൽ ഇന്നും വിദ്യാഭ്യാസ മേഖലയിൽ മലബാറുകാർക്കുള്ള സീറ്റിൽ വളരെ വലിയ അവഗണന നേരിടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കുന്നില്ല. എന്നാൽ അതിനപ്പുറം ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. കാരണം മലബാറിലെ ജീവിതശൈലി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായി കൊണ്ടിരിക്കുകയാണ്. ആ ജീവിതശൈലിയിൽ വിദ്യാഭ്യാസ അസന്തുലിതാവസ്ഥയ്ക്ക് ശേഷം മറ്റൊരു അസന്തുലിതാവസ്ഥ തെക്കൻ കേരളവും മലബാറും തമ്മിൽ ഉണ്ടാവാൻ മികച്ച സാധ്യതയുണ്ട്. ഒരു ഭാഗത്ത് ടറഫുകളും ജിമ്മുകളും എല്ലാം ഉണ്ടെങ്കിലും ഭക്ഷണ കാര്യത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് മലബാറുകാർ തയ്യാറല്ല. ഏത് ടറഫിലും ഏത് ജിമ്മിലും പോയാലും ബിരിയാണിയും മന്തിയും വിട്ട ഒരു കളിയും മലബാറുകാർക്കില്ല. ഇത് ഭാവിയിൽ ആരോഗ്യ തലത്തിലുള്ള വലിയ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകും എന്നുള്ളത് തീർച്ചയാണ്. ഏർലി ഏജിങ്, പെട്ടെന്ന് പ്രായമാകുന്ന ഒരു അവസ്ഥ മലബാറുകാർ അഭിമുഖീകരിക്കാൻ പോകുന്നേയുള്ളൂ. ഹൃദ്രോഗങ്ങളും ഡയാലിസുകളും വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ സംഭവിക്കുന്ന വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഈ അസന്തുലിതാവസ്ഥയെ മറികടക്കണമെങ്കിൽ ബോധപൂർവമായിട്ടുള്ള മാറ്റങ്ങൾക്ക് മലബാറുകാർ തയ്യാറാവണം. അതല്ല എന്നുണ്ടെങ്കിൽ തെക്കൻ കേരളത്തിൽ നിന്നും ഹെൽത്ത് പ്രൊഫഷണൽസ് പണ്ട് അധ്യാപകർ ഒഴുകിയെത്തിയതിനു പകരമായിട്ട് മലബാറിലേക്ക് ഒഴുകിയെത്തേണ്ട അവസ്ഥ അത്ര വിദൂരമല്ല. ഈ രീതിയിൽ ഒരു 15 വർഷം കൂടെ മുന്നോട്ട് പോയാൽ ഈ അസന്തുലിതാവസ്ഥ ഇവിടെ പൂർണ്ണമാകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക.